നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇഡി വരും. അങ്ങനെ വെറുതെയല്ല, പൃഥ്വിരാജിനും ദുൽഖർ സൽമാനും ഇടുത്തി പോലെ ഇഡി വരുമെന്ന വിവരവും കൂടി പുറത്തുവരികയാണ്. ക്രിമിനൽ കുറ്റമടക്കം ചുമത്താൻ സാധ്യതയുള്ള കേസിൽ പൃഥ്വിരാജിനും, അതായത് ഈ നടന്മാർക്ക് കൃത്യമായ വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നോ എന്നടക്കമുള്ള കാര്യവും സംശയത്തിലാണ്. ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചുള്ള തട്ടിപ്പിൽ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ നുംഗോർ എന്ന പേരിൽ നടന്ന പരിശോധന വിശദീകരിച്ച കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് 150 മുതൽ 200 വരെ വാഹനങ്ങൾ കേരളത്തിൽ ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചുവെന്നും ഇതിൽ 36 വാഹനങ്ങൾ പിടിച്ചെടുത്തുവെന്നും ടിജു തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിൽ അനധികൃതമായി എത്തിക്കുന്നതാണ് ഇവരുടെ രീതി. ഇന്ത്യൻ ആർമിയുടെയും അമേരിക്കൻ എംബസിയുടെയും ഇന്ത്യൻ എംബസിയുടെയും പേരുപയോഗിച്ചാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. ലിസ്റ്റിലെ 90% വണ്ടികളും കൃത്രിമ രേഖകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തി. പരിവാഹൻ വെബ്സൈറ്റിൽ വരെ ഇവർ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് വരെ ഭീഷണിയാണ് ഇത്തരം നീക്കങ്ങൾ. നിയമവിരുദ്ധമായാണ് വാഹനങ്ങളുടെ വിൽപ്പന നടക്കുന്നത്. GST വെട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പലതിനും ഇൻഷുറൻസ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവയില്ലെന്നും നടൻ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളാണ് പരിശോധിച്ചതെന്നും അതിൽ ഒരെണ്ണം പിടിച്ചെടുത്തുവെന്നും ടിജു തോമസ് പറയുന്നു. ഇന്ത്യൻ എംബസി, അമേരിക്കൻ എംബസി എന്നിവരുടെ കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദുൽഖറിന് ഉൾപ്പെടെ നോട്ടീസ് നൽകും. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകൾ നേരിട്ട് ഹാജരാകണമെന്നും പിഴ അടച്ച് കേസ് തീർക്കാൻ കഴിയില്ല എന്നും ദുൽഖർ സൽമാനും അമിത് ചക്കാലയ്ക്കലും ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്നും കസ്റ്റംസ് കമ്മീഷണർ വ്യക്തമാക്കി. വലിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും. ചെറിയ കുറ്റമാണെങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കും നേരിടേണ്ടി വരിക. വിദേശത്ത് നിന്ന് യൂസ്ഡ് കാർ ഇറക്കുമതി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധം എന്ന് ബോധ്യപ്പെട്ടാണ് 36 വാഹനങ്ങൾ പിടിച്ചെടുത്തത്. ദുൽഖറിന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തുവെന്ന് കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞു. ഒരെണ്ണം കസ്റ്റംസ് യാർഡിലേക്ക് കൊണ്ടുവന്നു. മറ്റൊരു കാർ റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ കൊണ്ടുവരാൻ മാർഗങ്ങൾ തേടുകയാണ് എന്നും കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞു. എന്തായാലും വലിയ രീതിയിലുള്ള കുരുക്ക് തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ കാര്യം എടുത്തു പറയുന്നില്ല. ദുൽഖർ സൽമാനാണ് ഇപ്പോൾ നോട്ടീസ് അയക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും അറസ്റ്റിലേക്ക് അടക്കം കടക്കാനും സാധ്യതയുള്ള വകുപ്പുകളാണ് ഉള്ളത് എന്നും വ്യക്തമാവുകയാണ്. എന്തായിരിക്കും തുടർ നടപടികളെന്ന് കണ്ടറിയാം.